ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഉയരുന്ന ഒരു ആദ്യത്തെ ആരോപണമല്ല ഇത്. ഇതിനു മുൻപ് ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും ഇപ്പോൾ നോബൽ മാത്യു പറഞ്ഞ മാതൃകയിൽ തന്നെ നിയമപരമായി പോരാടുകയും അത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിലും അത് സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇത് തെളിയിക്കാൻ എടുക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി ഉണ്ടല്ലോ. ഒരു വർഷത്തിനപ്പുറം ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിന് നേതൃത്വം നൽകുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി, അയാളിലേക്കാണ് ഇവിടെ ലക്ഷ്യം പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ് ഇസ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താകും എന്നുള്ളതല്ല, പക്ഷെ അതുവരെ ഉണ്ടാക്കുന്ന പുകമറയുണ്ടല്ലോ, അതാണോ ഈ കേസിൽ ഇപ്പോൾ നടക്കുന്ന നടപടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? അല്ല, ഞാൻ വരാം നോബൽ മാത്യു. ചോദ്യം ശ്രീ എം ജയചന്ദ്രനോടാണ്. ശ്രീ നോബൽ മാത്യു, ഞാൻ വരാം. ശരി, ആ ചോദ്യം ഞാൻ ചോദ്യം ശ്രീ എം ജയചന്ദ്രനോടാണ്. ശ്രീ എം ജയചന്ദ്രൻ, ആ ഫൈനൽ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അതിനകം നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ആരുടെയും കിട്ടിയിട്ടില്ല. ശരി, ഓക്കെ. ശ്രീ എം ജയചന്ദ്രൻ, ആ റിപ്പോർട്ടിലേക്ക് വരുന്നത് വരെ ഇവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയെന്ന് ഇതിനോടകം തന്നെ അച്ചടി നിരത്തി കഴിഞ്ഞു മാധ്യമങ്ങൾ. അതാണോ ഈ കേസിലെ ഇപ്പോഴത്തെ നടപടികളിലെ ലക്ഷ്യം? ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഹലോ, ഇപ്പോൾ പറയൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? അല്ല, ഇതേ നമ്മൾ ഈ കേസില് ഇതിന്റെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിന് ഇതിന്റെ ഡേ ഫസ്റ്റ് മുതൽ എന്നാണ് അത് 2023 ജൂൺ 9 മലയാള മനോരമയിൽ ബാനർ ഹെഡിങ്ങിൽ വരുന്നു ഈ വിഷയം. അപ്പോഴാണല്ലോ ഇത് അവതരിപ്പിക്കപ്പെടുന്ന ഈ വിഷയം. അതിൽ തന്നെയാണ് മാസപ്പടി എന്നുള്ള ആ ഒരു പദപ്രയോഗം തന്നെ വരുന്ന അവിടെ മുതലാണ്. അപ്പോൾ പിണറായി വിജയനെയും മകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ ഡേ ഫസ്റ്റ് മുതൽ വാർത്തകൾ ഇന്ന് വരെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നതേ ഇല്ല. പക്ഷേ എന്നാൽ സുപ്രധാനമായ കാര്യം 71 പേജുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ. അന്നും മനോരമ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട അതേ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അന്നും പറയുന്നുണ്ട്, ഇന്നും ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത 16.34 കോടി രൂപ, പിന്നെ ടെമ്പിൾസിന്, ദേവാലയങ്ങൾ കൊടുത്തിട്ടുള്ള 18.5 കോടി രൂപ, ഇതൊക്കെ അന്വേഷിക്കേണ്ട. അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വേവലാതിയുമില്ല. പിന്നെ മറ്റൊന്ന്, ചുരുക്കപ്പട്ടികയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് PV താനില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തെളിയിക്കേണ്ട ബാധ്യത അന്വേഷണ ഏജൻസിക്കാണ്. അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, OC-യും RC-യും KK-യും IK-യും ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെയൊക്കെ പിന്നെ അവരുടെ വിശകലനങ്ങളും വിശദീകരണങ്ങളും പേരുകളും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പണം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിനകത്ത് ബാക്കിയുള്ളവരും ഉണ്ടല്ലോ. അതേപ്പറ്റിയും മാധ്യമങ്ങൾക്ക് വേവലാതിയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും വേവലാതിയില്ല. അവർക്ക് വേവലാതിയുള്ള ഒരേ ഒരു പ്രശ്നം, പിണറായി വിജയന് വേണ്ടിയാണ് ഇത് ചെയ്തു കൊടുത്തത്. അങ്ങനെയാണ് വീണ ഇതിൻ്റെ അകത്ത് വരുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതി, മറ്റേ കോട്ടയം, മൂവാറ്റുപുഴ, തിരുവനന്തപുരം വിജിലൻസ് കോടതികൾ തള്ളിക്കളഞ്ഞത് നിൽക്കട്ടെ. അത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിജിലൻസ് കോടതികളാണ് എന്നൊക്കെയാണുള്ള വ്യാഖ്യാനിച്ച് വരുന്നത്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അതിനുശേഷം മാത്യു കുഴൽനാടൻ ഈ വിധികൾക്ക് ശേഷം ഹൈക്കോടതി പോയല്ലോ. ഹൈക്കോടതി ഈ കേസിൽ അഴിമതി എന്ന് പറയുന്ന ഒരു സംഗതിയും തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ അസന്നിഗ്ധമായി വിധി പ്രസ്താവിച്ചത്. അപ്പൊ അഴിമതിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ കേസിൽ പിന്നെ എങ്ങനെയാണ് അഴിമതി പൊങ്ങി വരുന്നതെന്നേ? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നവും ചർച്ചയിലില്ല. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്താ? സെപ്റ്റംബർ 2-ന് 2024 സെപ്റ്റംബർ 2-നാണ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ കോടതിയിൽ അന്ന് ഓറലി പറഞ്ഞത്. പിന്നെ ഇത്തരത്തിൽ താങ്കൾ അസല മുമ്പേ സൂചിപ്പിച്ചില്ലേ ആ കോടതിയിൽ പറഞ്ഞ കാര്യം, അതേ വിഷയം. അതങ്ങനെ ഒരു ഉത്തരവ് വാക്കാൽ, രേഖാമൂലമല്ല വാക്കാൽ പറഞ്ഞു അത്തരം ഒരു പിന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ്
ഈ കഴിഞ്ഞ ദിവസം ഇത് ഡൽഹി കോടതി വന്നപ്പോൾ എന്താണ് ചെയ്തത്, ജഡ്ജ് എന്താണ് ചെയ്തത്? ആ കേസ് പിന്നെ CMR ഹർജി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. സ്റ്റേ ചെയ്യുന്നതിന് പകരം അതേ സുബ്രഹ്മണ്യം പ്രസാദിന്റെ കോടതിയിലേക്ക് അത് മാറ്റുകയാണല്ലോ ചെയ്തത് ഡൽഹി കോടതി, അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? നിയമപരമായ ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? പിന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വസന്ത് ഈ പാനലിൽ ഉണ്ടല്ലോ, നോബൽ മാത്യു അഡ്വക്കേറ്റ് ആണല്ലോ. എന്താണ് നിയമപരമായ വ്യാഖ്യാനം? എന്താണ്? എന്തുകൊണ്ടാണ് കോടതി സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് അത് മാറ്റണം ഇന്ന് പിന്നെ തീരുമാനിച്ച് അത് അങ്ങോട്ട് വിടുന്നത്? 22-ാം തീയതി കേസ് വീണ്ടും വരികയാണല്ലോ. അപ്പൊ ഇതിലെല്ലാം മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെല്ലാം വ്യക്തമായ നിഗൂഢമായ താല്പര്യങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. ഈ താല്പര്യങ്ങൾ എങ്ങോട്ടാണ് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രിയും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും മിനിഞ്ഞാന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം തന്നെയാണ്. ഇതിന്റെ സാങ്കേതികതയിലേക്കല്ല ഞാൻ പോകുന്നത്. സാങ്കേതികതകളിൽ എനിക്ക് താല്പര്യവുമില്ല. അത് വക്കീലന്മാർ തമ്മിൽ പറഞ്ഞ് തീരുമാനം എടുക്കട്ടെ. പക്ഷേ നമ്മുടെ മുമ്പോട്ട് വെച്ചിട്ടുള്ള SFIയുടെ അല്ല, പിന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് 71 പേജുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് സംസാരിക്കൂ. ആ റിപ്പോർട്ടിന്റെ 70-ാമത്തെ പേജിൽ പറയുന്നു ഇത് മറ്റൊരിടത്തും പിന്നെ ചലഞ്ച് ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കോടതിയിൽ പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പോയാൽ ഇൻവാലിഡ് ആവും എന്ന് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് CMRൽ നിന്ന്. അത് വെച്ചുകൊണ്ടാണ് അവർ ഡൽഹി കോടതിയിൽ പോയിട്ടുള്ളത്. അത് 70-ാം പേജിലെ ആ ഉത്തരവ് നിലനിൽക്കെ SFIക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ആ ചോദ്യം വാലിഡ് ആണ് എന്ന് കണ്ടുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ജഡ്ജ് അത് പിന്നെ 22-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്യുന്നത്, സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യം ഇതിന്റെ അകത്ത് രാഷ്ട്രീയ പ്രേരിതമല്ലാതെ മറ്റൊന്നുമില്ല. അതെന്താണ് രാഷ്ട്രീയ പ്രേരിതം? അതാണ് അസിത് തന്നെ പറഞ്ഞത്. ഇത്തവണ പിന്നെ ഈ വർഷം ഒടുവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത വർഷം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നു. ഇതാണ് ഇതിന്റെ ലാക്ക്. അത് ലാക്കാക്കിയാണ് ഇപ്പോഴേ തട്ടിക്കൂട്ടി സംഗതികൾ കൊണ്ടുവരുന്നത്. ഗോവിന്ദൻ മാഷ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഷോൺ ജോർജ് BJPയിൽ ചേർന്ന അന്ന് തന്നെ SFIക്ക് ടേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വിവരം വ്യക്തമായി അദ്ദേഹം വിവരിച്ചല്ലോ വാർത്താ സമ്മേളനത്തിൽ. അതും നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ അതിലേക്ക് പോകാത്തത് വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ സമയം കളയാതിരിക്കാൻ വേണ്ടി. അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ അസിത. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമില്ലാത്ത ഒരു കാര്യവും ഈ കേസിൽ, ഈ CMRലുമായി ബന്ധപ്പെട്ട കേസിൽ നാളിതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നതും രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോ പ്രശ്നം ഇതാണ്, UDF നേതാക്കൾ ഒരു പറ്റം നേതാക്കളാണ് ഇതിന്റെ അകത്ത് കിടക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങൾ കിടക്കുന്നുണ്ട്, ദേവാലയങ്ങളുടെ മാനേജ്മെന്റുകൾ കിടക്കുന്നുണ്ട്. അവരും ഒക്കെ കൂടെ സമാധാനം പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ വിമർശിക്കുന്നവർ, പിണറായി വിജയനെയും വീണയും മാത്രം വിമർശിക്കുന്നവർ 1.72 കോടി രൂപ എന്നുള്ള 2.72 കോടി രൂപയായി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ആയിക്കോട്ടെ, ഒരു തർക്കവും ഇല്ല. പക്ഷെ ഇതുകൂടെ കാണണം. UDF നേതാക്കൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങളുടെ അധികാരികൾ, ഇവരൊക്കെ ഈ പണം വാങ്ങിച്ചിട്ട് എത്ര വീതം വാങ്ങിച്ചു, ആരൊക്കെയാണ് വാങ്ങിച്ചത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അത് പിന്നെ എങ്ങനെയാണത് വാങ്ങിയത്? വീണ വാങ്ങിയത് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് വാങ്ങിയത്? ചാക്കിൽ കെട്ടി കൊണ്ടുപോകുമായിരുന്നു, അതല്ല മറ്റേതിൻ്റെ ഒളിച്ചു കടത്തുകയായിരുന്നു, അതോ ഇനി അങ്ങനെയല്ല ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്? അങ്ങനെ ആ കാര്യങ്ങളോട് വെളിവാകേണ്ടതുണ്ട്. വ്യക്തമായും ഇതൊരു കേസായ സ്ഥിതിക്ക് കോടതി ഇതെല്ലാം വ്യക്തമായി വന്നേ മതിയാവൂ. അത് വരിക തന്നെ ചെയ്യും. ശരി, ഞാൻ മടങ്ങി വരാം.